ഉർവശി ശാപം ഉപകാരമായി എന്ന ഒരു പഴമൊഴി പലപ്പോഴും പ്രസക്തമാകാറുണ്ട്. ഒരാൾ ശപിച്ചാൽ ഏൽക്കുമോ? മാമുക്കോയ പൊന്മുട്ടയിടുന്ന താറാവിൽ പറയുന്നുണ്ട്, ശപിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയും ഈ ദുനിയാവിലേ ഇല്ല എന്ന്. എങ്കിലും ശാപം ഫലിക്കുക, അറം പറ്റുക എന്നതൊക്കെ സത്യമാണോ എന്ന് സംശയിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. മലയാള സിനിമയ്ക്ക് 1980കളിൽ മാറ്റിവെക്കാൻ കഴിയാത്ത മുഖമായിരുന്നു മാള അരവിന്ദൻ. അടൂർ ഭാസിയുടെ സിംഹാസനം കീഴടക്കാൻ പോകുന്ന ഹാസ്യ സാമ്രാട്ട് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. 1980കളുടെ അവസാനത്തോടുകൂടി ജഗദീഷ് ശ്രീകുമാർ എന്ന അതുല്യ പ്രതിഭ മാളയെ പിന്നിലാക്കി ബഹുദൂരം മുന്നോട്ട് പോയെങ്കിലും മാളയ്ക്ക് സർവാധിപത്യമുള്ള മാളവികാഗ്നിമിത്രം പോലെ ഒരു കാലമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും നടനാകാൻ ആഗ്രഹിക്കാത്ത, തബലിസ്റ്റാകാൻ കൊതിച്ച ഒരു പാവം മാളക്കാരൻ. അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. മാള നടനായ കഥ അവിചാരിതവും അത്ഭുതകരവുമാണ്. അതിനു പിന്നിലെ രസകരമായ ഒരു കഥ മാള അരവിന്ദൻ തന്നെ പറയാറുണ്ടായിരുന്നു. കുട്ടിയായിരിക്കെ മാളയുടെ ഏറ്റവും മുന്തിയ ആഗ്രഹം മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുക എന്നതായിരുന്നു. അതിന് അവന് അവൻ്റേതായ ഒരു വഴിയുണ്ടായിരുന്നു. കുട്ടികളുടെ മുന്നിലെത്തി എന്തെങ്കിലുമൊക്കെ തമാശകൾ ഒപ്പിക്കും. അത്തരം തമാശകളിൽ പലതും വിജയിച്ചപ്പോൾ താൻ ഒരു നല്ല തമാശക്കാരനാണ് എന്ന ബോധ്യം ആ കുഞ്ഞു തലച്ചോറിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടു. അത്തരം തമാശ പ്രകടനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറിയ തോതിൽ മാത്രം എക്സ്പ്രഷൻ ആവശ്യമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് 4-5 മടങ്ങ് ആക്കി വർദ്ധിപ്പിച്ച് ആളുകളുടെ മുൻപിൽ പ്രകടിപ്പിക്കുക എന്നതായിരുന്നു. സന്തോഷവും ലജ്ജയും ചമ്മലും ദേഷ്യവുമെല്ലാം ഡോസ് കൂട്ടിക്കാണിച്ച് അരവിന്ദൻ പിള്ളേരുടെ കയ്യടി വാങ്ങിക്കൂട്ടി. കുലുകുലച്ചിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മാള സൂപ്പർ സ്റ്റാറായി. ഓരോന്ന് സംഭവിക്കുമ്പോഴും മാളയുടെ ആ എക്സ്പ്രഷനു വേണ്ടി കുട്ടികൾ കണ്ണും കാതും തുറന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരധ്യാപകൻ പാഠഭാഗങ്ങളിൽ നിന്ന് കുട്ടികളോട് ഓരോരുത്തരോടായി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അറിയാത്തവർക്ക് ഓരോ അടി വീതം കൊടുത്തു. അങ്ങനെ മാളയുടെ ഊഴമായി. മാളയ്ക്ക് ഉത്തരമറിയില്ല. അധ്യാപകൻ അടിച്ചു. തന്നെ അടിച്ച് അധ്യാപകൻ തിരിഞ്ഞതക്കം നോക്കി മാള തൻ്റെ പ്രേക്ഷകർക്കായി ഒരു കിഡിലോസ്കി എക്സ്പ്രഷൻ കാട്ടിക്കൊടുത്തു. പതിവ് പോലെ കുട്ടികൾ കൂടിളക്കി ചിരി തുടങ്ങി. പക്ഷേ തിരിയുന്നതിന് മുൻപ് അരവിന്ദൻ്റെ ആ പ്രകടനം ഒരു മിന്നായം പോലെ ആ അധ്യാപകൻ കണ്ടിരുന്നു. കാലന് നേർക്ക് പരമശിവൻ എന്നതുപോലെ അദ്ദേഹം മാളയെ ഒന്ന് നോക്കി. നമ്മുടെ പാവം മാള വെന്തെരിഞ്ഞുപോയി. ശീലമായതുകൊണ്ട് അതിനും ഒരു വെറൈറ്റി എക്സ്പ്രഷൻ തന്നെ കൊടുത്തു. ലോകത്ത് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ഒന്നിനെ എന്ന പോലെ ശിഷ്യനെ നോക്കി ദേഷ്യവും നിരാശയും കലർന്ന സ്വരത്തിൽ അധ്യാപകൻ പറഞ്ഞു, നീ ജീവിതകാലം മുഴുവനും ഈ ഗോഷ്ടി കാണിച്ച് നടക്കത്തേയുള്ളൂ. മാള തന്നെ പറയുന്നത് താൻ സിനിമയിൽ കാണിച്ചതൊക്കെ ഗോഷ്ടികളാണ് എന്നാണ്. ആ ഗോഷ്ടികളെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചതും ആസ്വദിച്ചതും. അത്തരത്തിൽ ഗോഷ്ടികൾ കാണിക്കുന്ന ഒരു നടനാകാൻ ഒരിക്കലും മാള ആഗ്രഹിച്ചിരുന്നില്ല. ഗുരുശാപം വരമായി ഫലിച്ചു എന്നതുപോലെയായിരുന്നു മാള അരവിന്ദൻ്റെ സിനിമാ പ്രവേശം. ഉത്തരം അക്ബറിൻ്റെ നാടകത്തിൽ തബല വായിക്കാൻ വേണ്ടി പോയ ആളാണ് മാള. അത് ഒരു അമേച്വർ നാടകമായിരുന്നു. സ്ഥിരം വരുന്ന നാടക നടന് അന്ന് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ ആ ഹാസ്യ നടന് പകരക്കാരനായി മാള അരവിന്ദൻ രംഗപ്രവേശം ചെയ്തു. ഒരൊറ്റ സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സായിപ്പിൻ്റെ കയ്യിലുണ്ടായിരുന്ന സോഡാ കുപ്പിയുടെ അടപ്പ് തുറക്കുന്ന ഒരു രംഗം മാത്രം. ആ ഒരു രംഗം ഹിറ്റാക്കി മാള അരവിന്ദൻ ആ നാടക സമിതിയുടെ സ്ഥിരം നടനായി. പിന്നീട് നാഷണൽ തിയേറ്റർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ അതിപ്രശസ്തമായ നാടക ട്രൂപ്പുകളിലെ പ്രിയങ്കരനായ നടനായി തൻ്റെ അഭിനയ ജീവിതം തുടർന്നു. അങ്ങനെ ഒരിക്കൽ നാടകം കാണാൻ വന്ന സംവിധായകൻ രസന എന്ന നാടകത്തിലെ ചെല്ലപ്പൻ എന്ന മന്ദബുദ്ധിയായ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ മാളയ്ക്ക് അവസരം കൊടുത്തു. അതിനുശേഷം മലയാള സിനിമയിൽ ഹാസ്യം എന്നതിൻ്റെ അപരനാമമായിരുന്നു മാള അരവിന്ദൻ. തികച്ചും നിഷ്കളങ്കമായ ഒരു ബാലൻ്റെ വിക്രിയകളെ ഗുരുനിന്ദയെന്ന് തെറ്റിദ്ധരിച്ച ആ അധ്യാപകൻ മനസ്സു നൊന്ത് ശപിച്ചപ്പോൾ ആ നിഷ്കളങ്കതയ്ക്ക് പ്രപഞ്ചശക്തി കൊടുത്ത
പ്രതിഫലമാകും ഒരുപക്ഷെ മാളയെന്ന കലാകാരൻ. മനസ്സുകൊണ്ട് വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാതെ ചെയ്യുന്നതൊന്നും ഒരർത്ഥത്തിലും അപരാധമാവില്ല. ഉദ്ദേശ്യശുദ്ധിയുണ്ടെങ്കിൽ ശാപങ്ങളും വരങ്ങളാകും എന്നതാണ് മാളയുടെ ജീവിതം പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഒരു ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.